SSLC 2025-26 റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യുകയാണ്. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കുട്ടികൾക്ക് ചിലപ്പോൾ എല്ലാ വിഷയത്തിനും A+ കിട്ടിയില്ല എന്നിരിക്കും. അത് ഓരോരുത്തരുടെ കഴിവാണെന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും A+ കിട്ടി SSLC പാസ്സായവരും CBSE ആണേലും എല്ലാവരും അവർ മാത്രമേ നല്ല നിലയിലെത്താവൂ എന്ന് നമ്മൾ പേരൻസ് ഒരിക്കലും വിചാരിക്കുകയും ചെയ്യരുത്, വിശ്വസിക്കുകയും ചെയ്യരുത്. ഒരു A+ പോലും കിട്ടാത്തവർ ഗവൺമെൻറ് ജോലിയിൽ ഇപ്പോൾ പ്രവേശിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കിട്ടുന്ന A+ എത്രയാണോ മുഴുവൻ A+ൻ്റെ നിലവാരത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികളെ അളക്കരുത്. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം മാറി, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ മാറി. അതനുസരിച്ച് ഇവരെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മളൊരു A+ കുറഞ്ഞെന്ന് വിചാരിച്ചൊരു കുട്ടിയെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ അവൻ്റെ മനസ്സ് മടുപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് വളരെ വേദനാജനകമായിരിക്കും. അതുകൊണ്ട് A+ മുഴുവൻ കിട്ടിയ കുട്ടികളെ അനുമോദിക്കുകയും മറ്റുള്ളവരെ മോശമായ രീതിയിൽ പേരൻസ് ആണെങ്കിലും വേദനിപ്പിക്കുകയും ചെയ്യരുത് എന്നുള്ള ഒരു കാര്യമാണ് എനിക്കിപ്പം പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും A+ കിട്ടണമെന്നില്ല. A+ എല്ലാം കിട്ടിയവർ ജീവിതത്തിൽ വിജയിക്കണമെന്നുമില്ല. ഒരു A+ പോലും കിട്ടാത്തവർ പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ കഠിന പ്രയത്നം കൊണ്ട് വിജയിച്ചെന്നിരിക്കും. അത് റെഡിയായിട്ട് തീർച്ചയായിട്ടും വളരെ ക്ഷമയോടുകൂടി പേരൻസ് കുട്ടികളെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.